മേധയുടെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. PYQ ആൻഡ് റിലേറ്റഡ് ഫാക്ട്സ് ആണ് ഇന്ന് നോക്കാൻ പോകുന്നത്. 1077/26. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡാഷ് വാസ് ദ പ്രൊമോട്ടർ ഓഫ് റൂറൽ ക്രെഡിറ്റ് കോഓപ്പറേറ്റീവ്സ് ഇൻ ജർമ്മനി. ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ, FW റൈഫിസൺ. ഇനി ഇതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. FW റൈഫിസൺ, ഫുൾ നെയിം ഫ്രെഡറിക് വില്യം റൈഫിസൺ. ഇദ്ദേഹം 1818 ജനിച്ചത്. 1888 മരണം. ജനിച്ചത് ജർമ്മനിയിലാണ്. മാർച്ച് 30, 1818. മരണം മാർച്ച് 11, 1888. ഇദ്ദേഹം അറിയപ്പെടുന്നത് അപ്പോസ്റ്റിൽ ഓഫ് ജർമ്മൻ കോഓപ്പറേറ്റീവ് മൂവ്മെന്റ്. FW റൈഫിസൺ വാസ് ദ ലീഡർ ഓഫ് കോഓപ്പറേറ്റീവ് മൂവ്മെന്റ് ഇൻ ജർമ്മനി. ജർമ്മനിയിലെ കോഓപ്പറേറ്റീവ് മൂവ്മെന്റിന്റെ ലീഡറാണ് FW റൈഫിസൺ. ജർമ്മനിയിലെ കോഓപ്പറേറ്റീവ് മൂവ്മെന്റിന്റെ ലീഡറാണ് FW റൈഫിസൺ. ഹി ഈസ് കൺസിഡേർഡ് ആസ് ദ ഫാദർ ആൻഡ് പയനിയർ ഓഫ് റൂറൽ ക്രെഡിറ്റ് സൊസൈറ്റീസ് ഇൻ ദ വേൾഡ്. വേൾഡിലെ റൂറൽ ക്രെഡിറ്റ് സൊസൈറ്റീസിന്റെ ഫാദർ എന്നറിയപ്പെടുന്നത് FW റൈഫിസൺ ആണ്. FW റൈഫിസൺ ഓർഗനൈസ്ഡ് റൂറൽ ബാങ്ക്സ് ഓൺ കോഓപ്പറേറ്റീവ് ബേസിസ് ഇൻ ജർമ്മനി. റൂറൽ ബാങ്ക്സിലാണ് കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യുന്നത് FW റൈഫിസൺ. ഈച്ച് ഫോർ ഓൾ ആൻഡ് ഓൾ ഫോർ ഈച്ച് ഈസ് പ്രൊപ്പോണ്ടഡ് ബൈ FW റൈഫിസൺ. ഇതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. ഈച്ച് ഫോർ ഓൾ ആൻഡ് ഓൾ ഫോർ ഈച്ച് ഇത് റൈഫിസണുമായി ബന്ധപ്പെട്ടതാണ്. ഹി വാസ് എ സോൾജർ ആൻഡ് ലേറ്റർ ഹി ബിക്കം മേയർ ഓഫ് വെയർബുഷ്. ആദ്യം ഇദ്ദേഹം സോൾജർ ആയിരുന്നു, പിന്നെ വെയർബുഷിന്റെ മേയറായി 1845. ഇന്ത്യ സ്റ്റാർട്ടഡ് ക്രെഡിറ്റ് കോഓപ്പറേറ്റീവ് ഓൺ ദ ബേസിസ് ഓഫ് റൈഫിസൺ മോഡൽ. നമ്മുടെ ഇന്ത്യ സ്റ്റാർട്ട് ചെയ്തത് റൈഫിസൺ മോഡൽ പ്രകാരമാണ് ക്രെഡിറ്റ് കോഓപ്പറേറ്റീവ് മൂവ്മെന്റ്. റൈഫിസൺ സിസ്റ്റത്തിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് നോക്കാം. ഷെയർ ഓഫ് സ്മോളർ വാല്യൂ ഉള്ള ഷെയറുകളാണ് റൈഫിസൺ സിസ്റ്റത്തിലുള്ളത്. ലിമിറ്റഡ് ഏരിയ ഓഫ് ഓപ്പറേഷൻ ലിമിറ്റഡ് ആണ്. അൺലിമിറ്റഡ് ലയബിലിറ്റി, റൈഫിസൺ സിസ്റ്റത്തിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫീച്ചർ ആണ് അൺലിമിറ്റഡ് ലയബിലിറ്റി. നെക്സ്റ്റ് ഫീച്ചർ മെമ്പർഷിപ്പ് വാസ് ഓപ്പൺ ഓൺലി ടു റൂറൽ പോപ്പുലേഷൻ. മെയിൻ ആയിട്ട് മെമ്പർഷിപ്പ് കൊടുക്കുന്നത് റൂറൽ പോപ്പുലേഷൻ ആണ്. മേജർ പോർഷൻ ഓഫ് പ്രോഫിറ്റ് ഈസ് ട്രാൻസ്ഫേർഡ് ടു റിസർവ് ഫണ്ട്. റൈഫിസൺ സിസ്റ്റത്തിൽ അവരുടെ പ്രോഫിറ്റും മേജർ പോർഷനും റിസർവ് ഫണ്ടിലോട്ടാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. നെക്സ്റ്റ് ഫീച്ചർ യൂട്ടിലൈസേഷൻ ഓഫ് ദ ലോൺ വാസ് സ്ട്രിക്ട്ലി വാച്ചഡ്. ലോണിന്റെ യൂട്ടിലൈസേഷൻ കൃത്യമായി നോക്കും. ഡിവിഡൻഡ് വാസ് നോട്ട് അലൗ. റൈഫിസൺ സിസ്റ്റത്തിൽ ഡിവിഡൻഡ് അലൗ ചെയ്യില്ല. നെക്സ്റ്റ് ഉണ്ടായ ഒരു ഓപ്ഷൻ ആണ് ഹെർമാൻ ഷൂൾസ് ഡെൽറ്റിഷ്. ഇദ്ദേഹം ജർമ്മനിയിലെ ഒരു കോപ്പറേറ്റർ ആണ്. ജനിച്ചത് 1808, മരണം 1883. പയനിയർ ഓഫ് അർബൻ കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ ഫാദറും പയനിയറും ഷൂൾസ് ആണ്. ഇദ്ദേഹം ജർമ്മനിയിലുള്ള ആളാണ്. ഷൂൾസ് ഈസ് ദ സെക്കൻഡ് ലീഡർ ഓഫ് കോഓപ്പറേറ്റീവ് മൂവ്മെന്റ് ഇൻ ജർമ്മനി. ജർമ്മനിയിലെ സെക്കൻഡ് ലീഡർ എന്നറിയപ്പെടുന്നത് ഷൂൾസ് ആണ്. ഇദ്ദേഹം ജനിച്ചത് 29 ഓഗസ്റ്റ് 1808. ഷൂൾസിന്റെ ജനനമാണ്. മരണപ്പെട്ടത് 29 ഏപ്രിൽ 1883. First shoemaker society is established by Schulz in Germany in 1849.
ഷൂൾസ് ആണ് ഫസ്റ്റ് ഷൂ മേക്കർ സൊസൈറ്റി എസ്റ്റാബ്ലിഷ് ചെയ്തത് 1849. ഫസ്റ്റ് ഷൂ മേക്കർ സൊസൈറ്റി is established by Schulz in Germany in 1849. In 1815, he formed the first credit association in city Delft called People's Bank. 1850 പീപ്പിൾസ് ബാങ്ക് എന്ന ക്രെഡിറ്റ് അസോസിയേഷൻ ഫോം ചെയ്തു. നെക്സ്റ്റ് പോയിന്റ് ആണ് പ്രിൻസിപ്പിൾ ഓഫ് കോഓപ്പറേറ്റീവ് ബാങ്കിങ്. ഷൂൾസ് പബ്ലിഷ് ചെയ്ത ഒരു ഇതാണ് പ്രിൻസിപ്പിൾ ഓഫ് കോഓപ്പറേറ്റീവ് ബാങ്കിങ്. 1856 പബ്ലിഷ് ചെയ്തത്. ഫ്രണ്ട്ലി സൊസൈറ്റി ഈസ് ദ ഫസ്റ്റ് ഫോം ഓഫ് കോഓപ്പറേറ്റീവ് ഓർഗനൈസേഷൻ ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ഷൂൾസ് ഇൻ ജർമ്മനി. ഫ്രണ്ട്ലി സൊസൈറ്റീസ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഷൂൾസ് ആണ്. ഇനി ഷൂൾസിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് നോക്കാം. ഷൂൾ സിസ്റ്റത്തിൽ ഏരിയ ഓഫ് ഓപ്പറേഷൻ വൈഡ് ആയിരിക്കും. ഏരിയ ഓഫ് ഓപ്പറേഷൻ വാസ് വൈഡ്. The number of members of the banks in the Schulz was very large. അവിടുത്തെ നമ്പർ ഓഫ് മെമ്പേഴ്സ് കൂടുതലായിരിക്കും, വെരി ലാർജ്. മെമ്പർഷിപ്പ് വാസ് ഗിവൺ ഓൺലി ടു അർബൻ പീപ്പിൾ. ഷൂൾ സിസ്റ്റത്തിൽ മെമ്പർഷിപ്പ് കൊടുക്കുന്നത് അർബൻ പീപ്പിൾസിനാണ്, അതായത് ആർട്ടിഷ്യൻസ്, ട്രേഡേഴ്സ്. ഷൂൾ സിസ്റ്റത്തിൽ ഹയർ റേറ്റ് ഓഫ് ഡിവിഡൻഡ് ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മൾ റേഫിസന്റെ നോക്കിയപ്പോൾ കണ്ടായിരുന്നു, അവിടെ ഡിവിഡൻഡ് പ്രൊവൈഡ് ചെയ്യുന്നില്ല. ഷൂൾ സിസ്റ്റത്തിൽ ലിമിറ്റഡ് ലയബിലിറ്റി ആണ്. റേഫിസൺ സൊസൈറ്റീസ് അൺലിമിറ്റഡ് ലയബിലിറ്റി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇത് 1077/26 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓർഗനൈസേഷൻ മാനേജസ് ഇന്ത്യസ് ഡൊമസ്റ്റിക് കാർഡ് നെറ്റ്വർക്ക് റുപേ ആൻഡ് UPA? ആൻസർ നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. NPCI കുറിച്ച് നോക്കാം. NPCI നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, ഇതാണ് ഫുൾ ഫോം. നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഫൗണ്ട് ചെയ്തത് ഡിസംബർ 2008. NPCI act as an umbrella organization for all retail payment system in India. ഇന്ത്യയിലെ റീറ്റെയിൽ പേയ്മെന്റ് സിസ്റ്റത്തിന്റെ ഒരു അംബ്രല ഓർഗനൈസേഷൻ ആയിട്ടാണ് NPCI ആക്ട് ചെയ്യുന്നത്. NPCIയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് ആയിട്ട് വരുന്നത് മുംബൈ ആണ്. NPCI എന്ന് പറയുന്നത് ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആണ്. ഇറ്റ് ഈസ് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ. NPCI രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് സെക്ഷൻ 25 ഓഫ് കമ്പനീസ് ആക്ട് 1956 പ്രകാരമാണ്. ഇറ്റ് വാസ് രജിസ്റ്റേർഡ് അണ്ടർ സെക്ഷൻ 25 ഓഫ് കമ്പനീസ് ആക്ട് 1956. ഇപ്പൊ കമ്പനീസ് ആക്ട് 2013 ആണ്, അതിൽ സെക്ഷൻ 8 പറയുന്നത്. ഒന്നുകൂടി നോക്കാം. ഫൗണ്ട് ചെയ്തത് NPCI ഫൗണ്ട് ചെയ്തത് ഡിസംബർ 2008. ഹെഡ്ക്വാർട്ടേഴ്സ് ആയിട്ട് വരുന്നത് മുംബൈ. ഇതൊരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആണ്. രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് സെക്ഷൻ 25 ഓഫ് കമ്പനീസ് ആക്ട് 1956. NPCI ഈസ് ആൻ ഇനിഷ്യേറ്റീവ് ഓഫ് RBI, അതായത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, ആൻഡ് ഇന്ത്യൻ ബാങ്ക് അസോസിയേഷൻ. ഇന്ത്യൻ ബാങ്ക് അസോസിയേഷന്റെയും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെയും ഇനിഷ്യേറ്റീവിലാണ് NPCI രൂപം കൊണ്ടത്. അണ്ടർ ദ പ്രൊവിഷൻ ഓഫ് പേയ്മെന്റ് ആൻഡ് സെറ്റിൽമെന്റ് സിസ്റ്റം ആക്ട് 2007. ഇനി NPCIയുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് നോക്കാം. ഫസ്റ്റ് റുപേ. നെക്സ്റ്റ് പ്രൊഡക്റ്റ് ആണ് IMBS. IMBSന്റെ ഫുൾ ഫോം ഇമ്മീഡിയറ്റ് പേയ്മെന്റ് സർവീസ്. IMBS ഇമ്മീഡിയറ്റ് പേയ്മെന്റ് സർവീസ്. NACH നാഷണൽ ഓട്ടോമേറ്റഡ് ക്ലിയറിംഗ് ഹൗസ്. NACH നാഷണൽ ഓട്ടോമേറ്റഡ് ക്ലിയറിംഗ് ഹൗസ്. നെക്സ്റ്റ് NPCIയുടെ പ്രൊഡക്റ്റ് ആണ് APBS, അതായത് ആധാർ പേയ്മെന്റ്സ് ബ്രിഡ്ജ് സിസ്റ്റം. ആധാർ പേയ്മെന്റ്സ് ബ്രിഡ്ജ് സിസ്റ്റം. നെക്സ്റ്റ് പ്രൊഡക്റ്റ് ആണ് ആധാർ ഇനേബിൾഡ് പേയ്മെന്റ് സിസ്റ്റം. ആധാർ ഇനേബിൾഡ് പേയ്മെന്റ് സിസ്റ്റം. നെക്സ്റ്റ് പ്രോഡക്റ്റ് NFS നാഷണൽ ഫിനാൻഷ്യൽ സ്വിച്ച്. NFS നാഷണൽ ഫിനാൻഷ്യൽ സ്വിച്ച്.
നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് UPI, യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ്. യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ്. നെക്സ്റ്റ് ഭാരത് ബിൽ പേയ്മെന്റ് സിസ്റ്റം. ഭാരത് ബിൽ പേയ്മെന്റ് സിസ്റ്റം. നെക്സ്റ്റ് NETC, അതിന്റെ ഫുൾ ഫോം ആണ് നാഷണൽ ഇലക്ട്രോണിക് ടോൾ കളക്ഷൻ. നാഷണൽ ഇലക്ട്രോണിക് ടോൾ കളക്ഷൻ. നെക്സ്റ്റ് USSD, അൺസ്ട്രക്ചേർഡ് സപ്ലിമെന്ററി സർവീസ് കോഡ്. സർവീസ് ഡാറ്റ, സോറി, അൺസ്ട്രക്ചേർഡ് സപ്ലിമെന്ററി സർവീസ് ഡാറ്റ. ഇത്രയുമാണ് PCI കുറിച്ചുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Question number 3. MICR code in the check consists of dash digits. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി 9. ഇത് 1071/25 ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. MICRന്റെ ഫുൾ ഫോം ആണ് മാഗ്നറ്റിക് ഇങ്ക് ക്യാരക്ടർ റെക്കഗ്നിഷൻ കോഡ്. മാഗ്നറ്റിക് ഇങ്ക് ക്യാരക്ടർ റെക്കഗ്നിഷൻ കോഡ്. MICR code is a 9-digit code. MICR code is a 9-digit code that uniquely identify the bank and branch participating in electronic clearing system. ബാങ്കും ബ്രാഞ്ചും ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് MICR കോഡ് യൂസ് ചെയ്യുന്നത്. MICR code is a code printed on checks using MICR. This enables identification of the checks, which in turn facilitate faster processing. നമ്മുടെ ചെക്ക് ഐഡന്റിഫൈ ചെയ്യാനും ഫാസ്റ്റർ പ്രോസസ്സിങ്ങിനും വേണ്ടി MICR ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇറ്റ് കംപ്രൈസസ് 3 പാർട്സ്. MICRൽ പ്രധാനമായും 3 പാർട്ടുകളായിട്ടാണ് ഉള്ളത്. ഫസ്റ്റ് 3 ഡിജിറ്റ്സ് സിറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്നു. നെക്സ്റ്റ് 3 ഡിജിറ്റ് ബാങ്കിനെ റെപ്രസെന്റ് ചെയ്യുന്നു. ലാസ്റ്റ് 3 ഡിജിറ്റ് ബ്രാഞ്ചിനെ റെപ്രസെന്റ് ചെയ്യുന്നു. നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് കീ ബെനിഫിറ്റ്സ് ഓഫ് MICR. ഹൈ സെക്യൂരിറ്റി, പ്രിന്റഡ് വിത്ത് സ്പെഷ്യൽ മാഗ്നറ്റിക് ഇങ്ക് ടു പ്രിവെന്റ് ഫോർജറി. ഫോർജറി പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്പെഷ്യൽ മാഗ്നറ്റിക് ഇങ്ക് ആണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഹൈ സെക്യൂരിറ്റി ആയിരിക്കും. ഫാസ്റ്റ് പ്രോസസിംഗ്, ഓട്ടോമേറ്റഡ് മെഷീൻസ് റീഡ് ദ കോഡ്സ് ക്വിക്ക്ലി ടു ക്ലിയർ ചെക്സ്. ചെക്സ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഓട്ടോമേറ്റഡ് മെഷീൻസ് കോഡ്സ് എല്ലാം പെട്ടെന്ന് റീഡ് ചെയ്യും. Error reduction minimizes manual data entry mistakes during clearing. മിസ്റ്റേക്സ് ഒക്കെ മിനിമൈസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ഇത്രയുമാണ് കീ ബെനിഫിറ്റ്സ് ഓഫ് MICR. ഹൈ സെക്യൂരിറ്റി, ഫാസ്റ്റ് പ്രോസസിംഗ്, എറർ റിഡക്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അക്കോർഡിംഗ് ടു ഡാഷ് കൺസെപ്റ്റ് എവരി ബിസിനസ് transaction has a debit and credit effect. ഇതിന് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ഡുവൽ ആസ്പെക്ട്. ഈ ക്വസ്റ്റ്യൻ 1071/25 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഗോയിങ് കൺസേൺ കൺസെപ്റ്റ്, അതിലുണ്ടായിരുന്ന ക്വസ്റ്റ്യനിൽ ഉണ്ടായിരുന്ന ഒരു ഓപ്ഷൻ ആണ് ഗോയിങ് കൺസേൺ കൺസെപ്റ്റ്. അതെന്താണെന്ന് നോക്കാം. ഗോയിങ് കൺസേൺ കൺസെപ്റ്റ് stated that a business firm will continue to carry on its activities for an indefinite period of time. ഒരു ബിസിനസ് ഫേം അവരുടെ ആക്ടിവിറ്റീസ് ഒരു ഇൻഡെഫിനിറ്റ് പീരിയഡ് ഓഫ് ടൈമിലോട്ടാണ് കണ്ടിന്യൂ ചെയ്യുന്നത്. അതായത് പെട്ടെന്നൊന്നും നിൽക്കില്ല, ഒരു കണ്ടിന്യൂ ആയിട്ട് ബിസിനസ് പോകും. അതിനെയാണ് ഗോയിങ് കൺസേൺ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഫ്യൂച്ചറിലൊന്നും ഡിസോൾവഡ് ആവില്ല. നോട്ട് ബി ഡിസോൾവഡ് ഇൻ നിയർ ഫ്യൂച്ചർ. According to going concern concept, assets are showing in the balance sheet as costless depreciation. Costless depreciation. Balance sheet assets, according to going concern concept, assets are showing in the balance sheet as costless depreciation. Costless depreciation ഇതിൽ വരികയാണ് അസറ്റ് കാണിക്കുന്നത് ബാലൻസ് ഷീറ്റിൽ. അത് ഗോയിങ് കൺസേൺ കൺസെപ്റ്റ് പ്രകാരമാണ്.
നെക്സ്റ്റ് കൺസെപ്റ്റ് ആണ് അക്കൗണ്ടിങ് എൻറ്റിറ്റി കൺസെപ്റ്റ് ഓർ സെപ്പറേറ്റ് എൻറ്റിറ്റി കൺസെപ്റ്റ്. ഇതിനെ തന്നെയാണ് ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ബിസിനസ് ഈസ് ട്രീറ്റഡ് സെപ്പറേറ്റ് ഫ്രം പ്രൊപ്പറേറ്റർ. ബിസിനസ്സും പ്രൊപ്പറേറ്ററും സെപ്പറേറ്റ് ആയിട്ടായിരിക്കും ട്രീറ്റ് ചെയ്യുന്നത് ഈ കൺസെപ്റ്റ് പ്രകാരം. പ്രൊപ്പറേറ്റർ ഈസ് ട്രീറ്റഡ് ആസ് ക്രെഡിറ്റർ ഓഫ് ദ ബിസിനസ്. ദ പ്രൊപ്പറേറ്റർ ഈസ് ട്രീറ്റഡ് ആസ് ദ ക്രെഡിറ്റർ ഓഫ് ദ ബിസിനസ്. പ്രൊപ്പറേറ്ററിനെ ബിസിനസ്സിലെ ക്രെഡിറ്റർ ആയിട്ടാണ് കാണുന്നത്. The money invested in the business by the proprietor as capital. So capital is the liability of the business. Proprietor invest ചെയ്യുന്ന ഫണ്ട് ക്യാപിറ്റൽ ആണ്, അതുകൊണ്ട് അതൊരു ലയബിലിറ്റി ആണ് ബിസിനസിന്. നെക്സ്റ്റ് ആണ് ഡുവൽ ആസ്പെക്ട് പ്രിൻസിപ്പിൾ. ഡുവൽ ആസ്പെക്ട് പ്രിൻസിപ്പിൾ ഈസ് ദ ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് അക്കൗണ്ടിങ്. അക്കൗണ്ടിങ്ങിന്റെ ബേസിക് പ്രിൻസിപ്പിൾ ആണ് ഡുവൽ ആസ്പെക്ട് പ്രിൻസിപ്പിൾ. This concept assumes that every business transaction has two aspects. Main ആയിട്ട് two aspects ഉണ്ട്, receiving aspect and giving aspect. Receiving aspect നെയാണ് ഡെബിറ്റ് എന്ന് പറയുന്നത്. Receiving aspect is called debit. Giving aspect is called credit. ഇത് പറയുന്നത് ഡുവൽ ആസ്പെക്ട് പ്രിൻസിപ്പിൾ ആണ്. ഫണ്ടമെന്റൽ അക്കൗണ്ടിങ് ഇക്വേഷൻ ആണ് അസറ്റ് ഈക്വൽ ടു ലയബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ. അസറ്റ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ. ഇപ്പൊ ക്യാപിറ്റൽ കാണാൻ അസറ്റ് മൈനസ് ലയബിലിറ്റിയും ലയബിലിറ്റി കാണാൻ അസറ്റ് മൈനസ് ക്യാപിറ്റലും. The accounting equation is based on dual aspect concept. Accounting equation dual aspect concept പ്രകാരമുള്ളതാണ്. അസറ്റ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ. നെക്സ്റ്റ് പ്രിൻസിപ്പിൾ ആണ് റവന്യൂ റിയലൈസേഷൻ പ്രിൻസിപ്പിൾ. റവന്യൂ ഷുഡ് ബി റിയലൈസ്ഡ് അറ്റ് ദ പോയിന്റ് ഓഫ് സെയിൽസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊവൈഡ് ബൈ ദ ബിസിനസ്. ബിസിനസ് എന്തെങ്കിലും സെയിൽസോ സർവീസോ നടത്തുമ്പോൾ കിട്ടുന്ന റവന്യൂനെയാണ് റവന്യൂ റിയലൈസേഷൻ പ്രിൻസിപ്പിൾ പറയുന്നത്. Under this principle, revenue is earned at the date of sale. സെയിൽ നടക്കുമ്പോഴാണ് റവന്യൂ കിട്ടുന്നത്. When the title of goods passes from the seller to the buyer, either for cash or some valuable consideration. റവന്യൂ റിയലൈസേഷൻ പ്രിൻസിപ്പിൾ പ്രകാരം വരാത്തതാണ് ഹയർ പർച്ചേസ് സിസ്റ്റവും കോൺട്രാക്ട് അക്കൗണ്ടും. എക്സെപ്ഷണൽ കേസാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 1077/26 എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. എ ബിൽ ഡ്രോൺ ആൻഡ് അക്സെപ്റ്റഡ് ഫോർ എ ജെനുവിൻ ട്രേഡ് ട്രാൻസാക്ഷൻ. ആൻസർ ഓപ്ഷൻ എ ട്രേഡ് ബിൽ. ജെനുവിൻ ട്രേഡ് ട്രാൻസാക്ഷൻ ആയതുകൊണ്ടാണ് ട്രേഡ് ബിൽ വന്നത്. ട്രേഡ് ബിൽ എന്താണെന്ന് നോക്കാം. ട്രേഡ് ബിൽ ബിൽസ് ഡ്രോൺ ഫ്രം എ ജെനുവിൻ ട്രേഡ് ട്രാൻസാക്ഷൻ. ജെനുവിൻ ട്രേഡ് ട്രാൻസാക്ഷൻ ആണെങ്കിൽ അത് ട്രേഡ് ബിൽ ആയിരിക്കും. ഡിസ്കൗണ്ടിങ് ഓഫ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഈസ് പോസിബിൾ ഇൻ എ ജെനുവിൻ ട്രേഡ് ബിൽ. ജെനുവിൻ ആയിട്ടുള്ള ഒരു ട്രേഡ് ബില്ലാണെങ്കിൽ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഡിസ്കൗണ്ട് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ബില്ലാണ് സൈറ്റ് ബിൽ ഓർ ഡിമാൻഡ് ബിൽ. ബിൽസ് വിച്ച് ആർ പേയബിൾ ഓൺ ഡിമാൻഡ്. ഡിമാൻഡ് ചെയ്യുമ്പോൾ പേ ചെയ്യുന്നതാണ് സൈറ്റ് ബിൽ ഓർ ഡിമാൻഡ് ബിൽ. നെക്സ്റ്റ് ബില്ലാണ് അക്കോമഡേഷൻ ബിൽ. അക്കോമഡേഷൻ ബില്ലിന് തന്നെ മറ്റൊരു പേരുണ്ട്, ഫിക്ടീഷ്യസ് ബിൽ, ക്രോസ് ഫയർ, വിൻഡ് ബിൽ ആൻഡ് കൈറ്റ് ബിൽ. ഇങ്ങനെയും അറിയപ്പെടും. ഫിക്ടീഷ്യസ് ബിൽ, ക്രോസ് ഫയർ, വിൻഡ് ബിൽ, കൈറ്റ് ബിൽ. അക്കോമഡേഷൻ ബില്ലിന്റെ മറ്റു പേരുകളാണ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഡ്രോൺ ആൻഡ് അക്സെപ്റ്റഡ് വിത്തൗട്ട് എനി ജെന്യൂവിൻ ട്രേഡ് ട്രാൻസാക്ഷൻ. വിത്തൗട്ട് എനി ജെന്യൂവിൻ ട്രേഡ് ട്രാൻസാക്ഷൻ ആണെങ്കിൽ അത് അക്കോമഡേഷൻ ബില്ലായിരിക്കും. Accommodation bill is drawn generally to provide financial assistance to non-party for the purpose of raising funds and discounting the bill with the bank. നമുക്കറിയാവുന്ന ആൾക്ക് ഒരു ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് അക്കോമഡേഷൻ ബിൽ എന്ന് പറയുന്നത്. അതൊരു വിത്തൗട്ട് ജെന്യുവിൻ ട്രേഡ് ട്രാൻസാക്ഷൻ ആയിരിക്കും. അക്കോമഡേഷൻ ബില്ലിന്റെ മറ്റു പേരുകളാണ് ഫിക്ടീഷ്യസ് ബിൽ, ക്രോസ് ഫയർ, വിൻഡ് ബിൽ ആൻഡ് കൈറ്റ് ബിൽ.
ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. താങ്ക് യു.